ഹലോ എവറി വൺ. നമ്മൾ 10th സ്റ്റാൻഡേർഡിൻ്റെ ഫിസിക്സിൻ്റെ ലെൻസസ് എന്ന് പറഞ്ഞിട്ടുള്ള രണ്ടാമത്തെ ചാപ്റ്റർ ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നിട്ടുള്ളത്. ഇത് അതിൻ്റെ 4ാമത്തെ പാർട്ടാണ്. ഇതുവരെയുള്ള പാർട്ടുകൾ കാണാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് ജസ്റ്റ് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. കാരണം ആ വീഡിയോയിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടതിന് ശേഷം ഇത് കണ്ടു കഴിഞ്ഞാലാണ് നമുക്ക് കാര്യങ്ങൾ കുറച്ചും കൂടി മനസ്സിലാവാം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ കോൺവെക്സ് ലെൻസിന്റെ പ്രതിബിംബ രൂപീകരണത്തിന്റെ രേഖാചിത്രമായിരുന്നു നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ. നമ്മൾ ഏകദേശം 5 പൊസിഷനിൽ അല്ലെ 5 വസ്തുവിന്റെ സ്ഥാനം പല പല സ്ഥലത്ത് വെച്ച് നോക്കിയിട്ട് ഇമേജ്, അതായത് പ്രതിബിംബം എവിടെയൊക്കെയാണ്, പ്രതിബിംബത്തിന്റെ സ്ഥാനമാണ് നമ്മൾ നോക്കിയിട്ടുള്ളത് അല്ലെ. ഏകദേശം 5 സ്ഥലത്ത് വെച്ച് പ്രതിബിംബം രൂപീകരിക്കുന്ന എവിടെയൊക്കെയാണ് സ്ഥാനം എന്ന് നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കോൺകേവ് ലെൻസിന്റെ പ്രതിബിംബ രൂപീകരണത്തിന്റെ രേഖാചിത്രമാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു കോൺവെക്സ് ലെൻസിന്റെ ഒരു കേസിൽ മാത്രം അത് മിഥ്യാ പ്രതിബിംബങ്ങളെ ഉണ്ടാക്കുന്നുണ്ട് അല്ലെ. മിഥ്യയായിട്ടാണ് പ്രതിബിംബങ്ങളെ ഉണ്ടാക്കുന്നത്. അത് ഏതിലായിരുന്നു? എഫിനും ലെൻസിനും ഇടയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മിഥ്യാ പ്രതിബിംബങ്ങളായിരുന്നു രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത് അല്ലെ. പക്ഷെങ്കിൽ ഈ 4 കേസിലും നമുക്ക് എങ്ങനത്തെയാണ് കിട്ടിയിട്ടുള്ളത്? യഥാർത്ഥ പ്രതിബിംബങ്ങളെ ആയിരുന്നു നമുക്ക് കിട്ടിയിട്ടുള്ളത് അല്ലെ. അപ്പൊ കോൺവെക്സ് ലെൻസ് യഥാർത്ഥ പ്രതിബിംബങ്ങളും മിഥ്യാ പ്രതിബിംബങ്ങളും ഉണ്ടാക്കുന്നുണ്ട് അല്ലെ. 4 കേസിൽ യഥാർത്ഥവും ഒരു കേസിൽ മാത്രമാണ് മിഥ്യാ പ്രതിബിംബം ഉണ്ടാക്കുന്നത് അല്ലെ. മിഥ്യാ പ്രതിബിംബവും യഥാർത്ഥ പ്രതിബിംബവും തമ്മിലുള്ള വ്യത്യാസം എന്തായിരുന്നു? മിഥ്യാ പ്രതിബിംബമാണെങ്കിൽ നമുക്കതൊരു സ്ക്രീനിൽ പതിപ്പിക്കാനായിട്ട് പറ്റില്ല അല്ലെ. പക്ഷെ യഥാർത്ഥ പ്രതിബിംബമാണെങ്കിലോ നമുക്കൊരു സ്ക്രീനിൽ പതിപ്പിക്കാനായിട്ട് പറ്റും. അപ്പൊ ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിട്ടുള്ളത്. ഇതേ രേഖാചിത്ര രൂപീകരണം തന്നെ നമുക്ക് കോൺകേവ് ലെൻസിലും ചെയ്യാനായിട്ടുണ്ട്. എന്താണ്? കോൺകേവ് ലെൻസിന്റെ പ്രതിബിംബ രൂപീകരണമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് പ്രതിബിംബം രൂപീകരിച്ചതുപോലെ കോൺകേവ് ലെൻസ് ഉപയോഗിച്ച് പ്രതിബിംബം രൂപീകരിക്കാൻ ശ്രമിക്കും. എന്താണ് നിങ്ങളുടെ കണ്ടെത്തൽ? അതാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കോൺവെക്സ് ലെൻസിന്റെ പ്രതിബിംബ രൂപീകരണം പഠിക്കുന്നതിനേക്കാൾ മുന്നേടായിട്ട് 3 കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അല്ലെ. 3 റൂള് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ 3 റൂള് നമുക്ക് എവിടെയുമുണ്ട്? കോൺകേവ് ലെൻസിലും ഉണ്ട്. ഈ ഫസ്റ്റ് ആണ് ഇത്. ഫസ്റ്റിലത്തെ നോക്ക്, ഒരു കോൺകേവ് ലെൻസ് വെച്ചിട്ടുണ്ട് അല്ലെ. കോൺവെക്സ് അല്ല, കോൺകേവ് ലെൻസ് ആണ് വെച്ചിട്ടുള്ളത്. പിന്നെ എന്താണ്? ഒപ്റ്റിക് ആക്സിസ് അല്ലെ, പ്രകാശിക അക്ഷം വരച്ചിട്ടുണ്ട്. ഫോക്കസ് വെച്ചിട്ടുണ്ട് അല്ലെ, ഫോക്കസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതെന്താ? ഒപ്റ്റിക് കേന്ദ്രം അല്ലെ, പ്രകാശിക കേന്ദ്രവും നടുവിലായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി എന്താ? ഏതോ ഒരു വസ്തുവിൽ നിന്ന് പ്രകാശം സമാന്തരമായിട്ട് വന്ന് പതിക്കുകയാണ് ചെയ്യുന്നത്. എന്താണ്? പ്രകാശം സമാന്തരമായിട്ട് വന്ന് പതിച്ച്. ഇത് കോൺകേവ് ലെൻസ് ആണല്ലോ അല്ലെ. കോൺവെക്സ് ലെൻസ് ആണെങ്കിൽ എന്തായിരുന്നു ചെയ്തിട്ടുണ്ടാവുക? ഇവിടെ വന്ന് തട്ടുവാണെങ്കിൽ അത് ഈ ഒരു ഫോക്കസിലേക്കാണ് വരിക അല്ലെ, പക്ഷെ ഇങ്ങനെയാണോ സംഭവിച്ചിട്ടുള്ളത്? അല്ല, ഇങ്ങനെ അല്ല സംഭവിച്ചിട്ടുള്ളത്. എന്താ സംഭവിച്ചിട്ടുള്ളത്? സമാന്തരമായി വന്ന പ്രകാശരശ്മി എന്ത് ചെയ്തു? വിഭ്രജിച്ചു പോയിട്ടുണ്ട് അല്ലെ, കാരണം എന്താ? ഇതൊരു കോൺകേവ് ലെൻസ് ആണ്. കോൺവെക്സ് ആണെങ്കിൽ സംവ്രജിക്കുമായിരുന്നു. ഇവിടെ എന്താ ചെയ്തിട്ടുള്ളത്? വിഭ്രജിച്ചു പോവുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ വിഭ്രജിച്ചു പോയ രശ്മിയിൽ നിന്ന് നമ്മൾ ഡോട്ടായിട്ട് ഇങ്ങനെ കൂട്ടി വരക്കുവാണെങ്കിൽ എവിടെ വന്ന് മുട്ടുന്നതായിട്ട് കാണാനായിട്ട് പറ്റും? ഫോക്കസിൽ മുട്ടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ ഇതാണ് ആദ്യത്തെ റൂള്. ആദ്യത്തെ നിയമം എന്താണ്? സമാന്തരമായിട്ട് അല്ലെ, പ്രകാശിക അക്ഷത്തിന് സമാന്തരമായി കോൺകേവ് ലെൻസിൽ പതിക്കുന്ന പ്രകാശരശ്മികൾ അപവർത്തനത്തിന് ശേഷം എന്താ സംഭവിക്കുന്നത്? അതേ വശത്തെ ഫോക്കസിലേക്ക് വരുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. പക്ഷെ ഇവിടെ സംവ്രജിക്കുന്നുണ്ടോ? ശരിക്കും ഇല്ല. എന്താ സംഭവിക്കുന്നത്? ഈ ഒരു പോയിന്റിൽ വെച്ച് വിഭ്രജിച്ചു പോകുന്നത് പോലെയാണ് നമുക്ക് തോന്നുന്നത് അല്ലെ. അപ്പോൾ സമാന്തരമായി വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു വിഭ്രജിച്ചു പോയ
രശ്മിയെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് അല്ലെ കൂട്ടി വരക്കുകയാണെങ്കിൽ ഫോക്കസിലേക്ക് വരുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. അതാണ് ഒന്നാമത്തത്. രണ്ടാമത്തെ നോക്ക്, ഇതെങ്ങനെയാ? ഇത് എങ്ങനെയോ വരുന്ന രശ്മി അല്ലെ, എങ്ങനെയോ വരുന്ന പ്രകാശരശ്മി എന്ത് സംഭവിച്ചു? ഇവിടെ തട്ടി എന്തായി? വിഭ്രജിച്ചു പോയിട്ടുണ്ട് അല്ലെ, ഇവിടെ തട്ടി വിഭ്രജിച്ചു പോയിട്ടുണ്ട്. പക്ഷെങ്കിൽ ഈ വന്ന രശ്മി നമ്മൾ കൂട്ടി വരക്കുകയാണെങ്കിൽ എവിടെ വന്ന് മുട്ടുന്നതായിട്ട് കാണാനായിട്ട് പറ്റും? ഫോക്കസിൽ വന്ന് മുട്ടുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. പക്ഷെ ശരിക്കും ഇതെന്താ വന്ന് കൺവേർജ്, അതായത് സംവ്രജിക്കുകയാണോ ചെയ്യുന്ന? അല്ല, ഈ പോയിന്റിൽ നിന്നും പോകുന്നത് പോലെയാണ് അല്ലെ തോന്നാ, ഡൈവേർജ് ആണ് അല്ലെ ഇവിടെ സംഭവിച്ചത്, വിഭ്രജിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് രണ്ടാമത്തത്. രണ്ടാമത്തെ എന്താ? ഫോക്കസിലൂടെ അല്ലെ, മറുവശത്തെ മുഖ്യ ഫോക്കസിനെ ലക്ഷ്യമാക്കി ലെൻസിലൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മി അല്ലെ, മറുവശത്തെ അല്ലെ, ഇവിടുത്തെ അല്ല ഇവിടുത്തെ അല്ലെ, മറുവശത്തെ ഫോക്കസിനെ ലക്ഷ്യമാക്കി ലെൻസിലൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മി അപവർത്തനത്തിന് ശേഷം എന്താ സംഭവിക്കുന്നത്? പ്രകാശിക അക്ഷത്തിന് സമാന്തരമായിട്ട് കടന്നു പോകുന്നുണ്ട് അല്ലെ, പ്രകാശാക്ഷത്തിന് സമാന്തരമായിട്ട് കടന്നു പോകുന്നുണ്ട്. അതാണ് രണ്ടാമത്തെ നിയമം. മൂന്നാമത്തെ നിയമം എന്താ? ഒപ്റ്റിക് കേന്ദ്രത്തിലൂടെ അല്ലെ, പ്രകാശിക കേന്ദ്രത്തിലൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മികൾ അതിലൂടെ തന്നെ തിരിച്ചു പോകുന്നതായിട്ടും നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ ഇതാണ് 3 നിയമങ്ങൾ. ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് സമാന്തരമായി വരികയാണെങ്കിൽ അത് ഫോക്കസ് അല്ലെ, സമാന്തരമായി വരികയാണെങ്കിൽ അത് ഫോക്കസിലൂടെ കടന്നു പോകും, അതായത് കോൺവെക്സ് ലെൻസിന്റെ അല്ലെ, അതുപോലെ തന്നെ ഓർമ്മിച്ചാൽ മതി. പക്ഷെങ്കിൽ ഇതെന്താ? സംവ്രജിക്കുന്നില്ല, അപ്പുറത്തെ പോയിന്റിലേക്ക് സംവ്രജിക്കുന്നില്ല, പകരം ഇപ്പുറത്തേക്കാണ് അല്ലെ, ഇപ്പുറത്തെ ഫോക്കസിലേക്കാണ് അത് വരുന്നത് അല്ലെ, അത് ഓർമ്മിക്കുക. സമാന്തരമാണെങ്കിൽ ഫോക്കസിന് ഓർമ്മിക്കുക അല്ലെ, ഫോക്കസിലൂടെ ആണെങ്കിൽ സമാന്തരത്തിന് ഓർമ്മിക്കാം. പിന്നെ എന്താണ് ഇത് അല്ലെ, പ്രകാശിക കേന്ദ്രത്തിലൂടെ ആണെങ്കിൽ അതിലൂടെ തന്നെ കടന്നു പോകും. അപ്പൊ ഈ 3 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെക്കണം കേട്ടോ. ഇത് പഠിച്ചതിന് ശേഷമാണ് നമ്മൾ കോൺകേവ് ലെൻസിന്റെ പ്രതിബിംബ രൂപീകരണത്തിന്റെ രേഖാചിത്രം വരക്കാനായിട്ട് പോകുന്നത്. അപ്പൊ പ്രകാശിക അക്ഷത്തിന് സമാന്തരമായി കോൺകേവ് ലെൻസിൽ പതിക്കുന്ന പ്രകാശരശ്മികൾ അപവർത്തന ശേഷം എന്താ സംഭവിക്കുന്നത്? അതേ വശത്തെ ഫോക്കസിലേക്ക് വരുന്നതായിട്ട് കാണാനായിട്ട് പറ്റും അല്ലെ. മറുവശത്തെ മുഖ്യ ഫോക്കസിനെ ലക്ഷ്യമാക്കി ലെൻസിലൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മികൾ അപവർത്തന ശേഷം എന്താ സംഭവിക്കുന്നത്? അപവർത്തനത്തിന് ശേഷം എന്താ സംഭവിക്കുന്നത്? പ്രകാശിക അക്ഷത്തിന് സമാന്തരമായിട്ട് കടന്നു പോകുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. പ്രകാശിക കേന്ദ്രത്തിലൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മികൾ അതെന്താ? അത് പ്രകാശിക കേന്ദ്രത്തിലൂടെ തന്നെ കടന്നു പോകുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. അപ്പൊ ഈ 3 പോയിന്റ് ഓർമ്മിച്ച് വെക്കാം. ഇനി നമ്മൾ ഓരോരോ പൊസിഷനിലും, അതായത് ഒബ്ജക്റ്റിനെ, വസ്തുവിനെ ഓരോരോ സ്ഥാനത്ത് വെച്ചതിന് ശേഷം പ്രതിബിംബം ഏത് സ്ഥാനത്താണ് ഉണ്ടാവുന്നതെന്നാണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ കോൺവെക്സ് ലെൻസിൽ ഏകദേശം 5 സ്ഥാനത്ത് വെച്ചിട്ടാണ് പഠിച്ചിട്ടുള്ളത്. ഇവിടെ കോൺകേവ് ലെൻസിന് നമ്മൾ ആകെ 2 സ്ഥാനത്ത് വെച്ചിട്ടാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ആദ്യം എവിടെയാണ് നമ്മൾ വെക്കുന്നത്? ആദ്യം വെക്കുന്നത് എഫിനും 2എഫിനും ഇടയിലായിട്ടാണ്. എന്താണ്? എഫിനും 2എഫിനും ഇടയിലായിട്ടാണ്. നമുക്ക് വരച്ചു നോക്കാം. ഇത് ഒരു കോൺകേവ് ലെൻസ് ആണ്. എന്താണ്? ഒരു കോൺകേവ് ലെൻസ് ആണ്. ഇതിന്റെ നടുവിലൂടെ ആര് പോകുന്നുണ്ടാവും? പ്രകാശിക അക്ഷം പോകുന്നുണ്ടാവും അല്ലെ. പിന്നെ എന്താണ്? ഫോക്കസ് ഉണ്ടാവും അല്ലെ, ഇതൊക്കെ രേഖപ്പെടുത്തണം കേട്ടോ. രേഖാചിത്രം വരക്കുമ്പോൾ ഇതൊക്കെ രേഖപ്പെടുത്തി ഈ നടുവിൽ ആരുണ്ടാവും? പ്രകാശിക കേന്ദ്രവും ഉണ്ടാവും അല്ലെ. ഇനി എന്താണ്? വസ്തു എഫിനും 2എഫിനും ഇടയിൽ എവിടെയാ വെക്കുന്നത്? എഫിന്റെയും 2എഫിന്റെയും ഇടയിലായിട്ടാണ് നമ്മൾ വസ്തുവിനെ വെക്കുന്നത്. വസ്തുവിനെ അങ്ങനെ വെച്ച് ഇനി എന്ത് ചെയ്യുക? നമ്മൾ രേഖാചിത്രം വരക്കാം. ഓക്കെ, ഇതെന്താ? ഇവിൽ നിന്നും ഒരു സമാന്തരമായിട്ട് ലൈറ്റ് വന്ന് ഇടിക്കുന്നുണ്ടാവും അല്ലെ. അപ്പോൾ എനിക്ക് നിങ്ങൾ വരക്കുന്നതിനേക്കാൾ മുന്നേ ഒരു കാര്യം പറയാനില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനത്തെ രേഖാചിത്രമൊക്കെ വരക്കുമ്പോൾ നിങ്ങൾ സ്കെയിലും പെൻസിലും തന്നെ യൂസ് ചെയ്ത് വരക്കാനായിട്ട് ശ്രമിക്കുക. കാരണം സ്കെയിലും പെൻസിലും ഇല്ലെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് പ്രതിബിംബം കൂട്ടിമുട്ടുന്ന പോയിന്റ് ഒന്നും കിട്ടണം എന്നില്ല. കാരണം എന്താ, ഞാനിപ്പോൾ സ്കെയിലൊന്നും ഇല്ലാണ്ട് വരച്ചതുകൊണ്ട് ഇതിപ്പോൾ ഏകദേശം വളഞ്ഞൊക്കെയാണ് അല്ലേ പോകുന്നത്. അപ്പം നിങ്ങൾ സ്കെയിലും പെൻസിലും തന്നെ വെച്ചിട്ട് കറക്റ്റായിട്ട് വരക്കുക. അപ്പം നിങ്ങൾക്ക് നല്ല വൃത്തിക്ക് പ്രതിബിംബത്തിനൊക്കെ കിട്ടും കേട്ടോ. ഇവിടെ ഒരു നടുവിൽ ഇങ്ങനെ ഒരു മാർക്ക് ഉണ്ട് അല്ലെ. ആ മാർക്ക് എന്തെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു പ്രതലമാണ്, ഇത് വേറൊരു പ്രതലമാണ് അല്ലെ. അപ്പൊ എന്താ, ഈ ഒരു വസ്തുവിൽ നിന്നും പ്രകാശം സമാന്തരമായി വന്ന് മുട്ടി. ഇനി എന്ത് ചെയ്യും? ഇവിടുന്ന് വിഭ്രജിച്ച് പോകും അല്ലെ. റിഫ്രാക്ഷന് ശേഷം, അപവർത്തനത്തിന് ശേഷം വിഭ്രജിച്ച് പോയി
ഇനി എന്താണ് സമാന്തരമായിട്ട് വരുന്നത് അല്ലെ? സമാന്തരമായിട്ട് വരുന്നത് എങ്ങനെയായിരുന്നു പോയിക്കൊണ്ടിരുന്നിട്ടുള്ളത്? ഫോക്കസിലേക്കാണ് അല്ലെ വരിക. എവിടെയാണ്? ഫോക്കസിലേക്കാണ് വരിക. അപ്പൊ ഇതെന്തായി? ഇത് ഫോക്കസിലേക്ക് ഇങ്ങനെ വന്നു. അപ്പൊ ഫോക്കസിലേക്ക് വന്നു. ഇനി എന്താ ഒന്നും കൂടി വേണമല്ലോ. അത് ഏതിലൂടെ കടന്നു? ഈ ഒപ്റ്റിക് കേന്ദ്രം അല്ലെ, പ്രകാശിക കേന്ദ്രത്തിലൂടെ കടന്നു പോകും അല്ലെ. വന്ന് മുട്ടിക്കഴിഞ്ഞാൽ, പ്രകാശിക കേന്ദ്രത്തിൽ വന്ന് മുട്ടിക്കഴിഞ്ഞാൽ പ്രകാശിക കേന്ദ്രത്തിലൂടെ തന്നെ കടന്നു പോകും. ഇനി എന്ത് ചെയ്യാ? ഈ ഡോട്ട് ഉള്ളതും ഇത് ഞാൻ കൈകൊണ്ട് വരക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോയത്. നിങ്ങൾ സ്കെയിൽ വെച്ച് തന്നെ വരക്കണേ. അപ്പോൾ ഇതും ഈ പോയിന്റ് മുട്ടുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ ഇവിടെ. അപ്പൊ അവിടെയാണ് ആരുണ്ടായിട്ടുള്ളത്? പ്രതിബിംബം ഉണ്ടായിട്ടുള്ളത്. എന്താണ്? ഈ പ്രകാശരശ്മിയും ഈ പ്രകാശിക രശ്മി കൂട്ടിമുട്ടിയില്ലേ? ഈ കൂട്ടിമുട്ടിയ ഭാഗത്താണ് ആരുണ്ടായിട്ടുള്ളത്? പ്രതിബിംബം ഉണ്ടായിട്ടുള്ളത് അല്ലെ. അപ്പോ ഈ പ്രതിബിംബത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? പ്രതിബിംബത്തിന്റെ സവിശേഷതകൾ ഇതെന്താണ്? യഥാർത്ഥമാണോ അല്ലെ മിഥ്യയാണോ? എന്താണ് ഇത്? മിഥ്യയാണ് അല്ലെ. എന്താ? മിഥ്യയാണ്. കാരണം എന്താ? ഇതിനെ നമുക്ക് സ്ക്രീനിൽ പതിപ്പിക്കാനായിട്ട് പറ്റുമോ? ഇല്ല, സ്ക്രീനിൽ പതിപ്പിക്കാനായിട്ട് പറ്റില്ല. സ്ക്രീനിൽ പതിപ്പിക്കണമെങ്കിൽ എന്താ? ആക്ച്വൽ ആയിട്ടുള്ള അല്ലെ, ഈ ലൈറ്റ് റേ ശരിക്കും ഇങ്ങനെ പോയി ഈ റേ ഇതിൻ്റെ മുട്ടുവാണെങ്കിൽ ഇത് സംരക്ഷിക്കുന്ന പോയിന്റിൽ നമുക്ക് സ്ക്രീന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ സ്ക്രീനിൽ കിട്ടുമായിരുന്നു. പക്ഷെ ഇത് അങ്ങനെയാണോ ഉള്ളത്? അല്ല അല്ലെ. അപ്പൊ ഇതെന്താണ്? മിഥ്യയാണ്. പിന്നെന്താണ്? മിഥ്യയാണ്. ഇത് നിവർന്ന് നിന്നിട്ടുമാണുള്ളത് അല്ലെ. തല കീഴായിട്ടാണോ? തല കീഴായിട്ട് ഇങ്ങനെയാണോ നിൽക്കുന്നത്? അല്ല, ഇങ്ങനെയല്ല നിന്നിട്ടുള്ളത്, നിവർന്നതാണ് അല്ലെ. എന്താണ്? നിവർന്നതാണ്. നിവർന്നതാണ്. പിന്നെന്താണ്? ഈ ഒരു വസ്തുവിനെയും ഇതിനെയും നോക്ക്. വസ്തു അല്ലെ, വസ്തു ഇമേജിനേക്കാൾ, പ്രതിബിംബത്തിനേക്കാൾ വലുതാണ്. അപ്പൊ പ്രതിബിംബം എന്താ? ചെറുതാ അല്ലെ. പ്രതിബിംബം എന്താണ്? ചെറുത് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത് അല്ലെ. പ്രതിബിംബം എവിടെയാണ് വെച്ചത്? എഫിന്റെയും 2Fന്റെയും ഇടയിലാണ് വെച്ചത്. സോറി, വസ്തു എവിടെയാണ് വെച്ചത്? എഫിന്റെയും 2Fന്റെയും ഇടയിലായിട്ടാണ് വസ്തുവിനെ വെച്ചത്. അപ്പൊ പ്രതിബിംബം ഏതിനിടയിലായിട്ടാണ് ഉണ്ടായിട്ടുള്ളത്? ഇതിന്റെയും അല്ലെ, ലെൻസിന്റെയും ഫോക്കസിന്റെയും അല്ലെ, ലെൻസിന്റെയും മുഖ്യ ഫോക്കസിന്റെയും ഇടയിലായിട്ടാണ് നമുക്ക് ആര് കിട്ടിയിട്ടുള്ളത്? പ്രതിബിംബത്തിനെ കിട്ടിയിട്ടുള്ളത് അല്ലെ. പ്രതിബിംബം എങ്ങനെയാ? നിവർന്നതാണ്, ചെറുതാണ്, പിന്നെ എന്താണ്? മിഥ്യയും ആണ്. അപ്പൊ ഇതാണ് എഫിനും 2Fനും ഇടയിൽ നമ്മൾ വസ്തുവിനെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഉള്ളത്. ഇനി അടുത്തത് നമുക്ക് നോക്കാം. വസ്തു എഫിനും ലെൻസിനും ഇടയിൽ, വസ്തുവിന് എവിടെയാണ് വെച്ചിട്ടുള്ളത്? എഫിനും ലെൻസിനും ഇടയിലാണ് വെച്ചിട്ടുള്ളത്. നമുക്ക് വരച്ചു നോക്കാം. ഒരു കോൺകേവ് ലെൻസ് അല്ലെ. കോൺകേവ് ലെൻസ്, പ്രകാശിക അക്ഷം, പ്രകാശിക കേന്ദ്രം, ഫോക്കസ് അല്ലെ, ഫോക്കസ്. അതൊക്കെ വരച്ച് ഇനി എന്താണ്? എവിടെയാ വെച്ചിട്ടുള്ളത്? എഫിനും ലെൻസിനും ഇടയിൽ അല്ലെ. ഇതിനും ഇടയിലായിട്ട് ഞാൻ ഒരു വസ്തുവിനെ കൊണ്ടുവച്ചു. ഇനി എന്ത് ചെയ്യുക? ഇതിൽ നിന്നും സമാന്തരമായിട്ട് ലൈറ്റ് പോവും. എന്ത് ചെയ്യും? തെറിച്ചു പോവും അല്ലെ. അപവർത്തനം സംഭവിച്ച് വിഭ്രജിച്ച് പോവും. എന്താ? ഇത് നമ്മൾ കൂട്ടി വരച്ചു കഴിഞ്ഞാൽ എഫിൽ വന്ന് മുട്ടും അല്ലെ. ഇനി എന്താ? ഇത് ഒപ്റ്റിക് സെന്റർ അല്ലെ, പ്രകാശിക കേന്ദ്രം വഴിയും കടന്നു പോലോ അല്ലെ. പ്രകാശിക കേന്ദ്രം വഴിയും ഇങ്ങനെ കടന്ന് പോകുന്നതായിട്ട് കാണാം. അപ്പൊ ഈ ഒരു ഡോട്ടും ഇതും കൂട്ടിമുട്ടുന്ന ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ അല്ലെ, ആ പോയിന്റിലായിരിക്കും ആര് ഉണ്ടാവുന്നത്? പ്രതിബിംബം ഉണ്ടാവുന്നത് അല്ലെ. കൂട്ടിമുട്ടുന്ന പോയിന്റിലായിരിക്കും ആരുണ്ടാവുന്നത്? പ്രതിബിംബം ഉണ്ടാവുന്നത്. അപ്പോ ഈ പ്രതിബിംബത്തിന്റെ സവിശേഷതകളും അതിന്റെ സ്ഥാനവും എന്താണ്? എഫിനും ഓയിനും ഇടയിൽ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തന്നെയാണ് പ്രതിബിംബം ഉണ്ടാവുന്നത്. എഫിനും ഓയിനും ഇടയിൽ തന്നെ ആയിട്ടാണ് പ്രതിബിംബം ഉണ്ടാവുന്നത് അല്ലെ. ഇനി ഈ പ്രതിബിംബം മിഥ്യയാണോ അല്ലെങ്കിൽ യഥാർത്ഥമാണോ? മിഥ്യയാണ് അല്ലെ. മിഥ്യയാണ്. പിന്നെ എന്താ? ഈ വസ്തുവിനേക്കാൾ വലുതാണോ ചെറുതാണോ? ചെറുതാണ് അല്ലെ. പ്രതിബിംബം എന്താണ്? ചെറുതാണ്. പ്രതിബിംബം ചെറുതാണ്. പിന്നെ ഇത് തല കീഴായിട്ടാണോ ഉള്ളത് അല്ലെ നിവർന്നിട്ടാണോ ഉള്ളത്? നിവർന്നിട്ടാണ് അല്ലെ. നിവർന്നിട്ട്. അപ്പോ ഒരു വസ്തുവിനെ എഫിന്റെയും ഓയിന്റെയും ഇടയിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ പ്രതിബിംബം എവിടെയാണ് നമുക്ക് കിട്ടുന്നത്? എഫിന്റെയും ഓയിന്റെയും ഇടയിൽ തന്നെയാണ് അല്ലെ. മുഖ്യ ഫോക്കസിന്റെയും ലെൻസിന്റെയും ഇടയിൽ തന്നെയാണ് വസ്തുവിനെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ പ്രതിബിംബത്തിനെയും കിട്ടുന്നത്. ആ പ്രതിബിംബത്തിന്റെ സവിശേഷതകൾ എന്താ? അത് മിഥ്യയാണ്, ചെറുതാണ്, നിവർന്നിട്ടും ആണ്.
അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ കോൺകേവ് ലെൻസിന്റെ പഠിക്കാനായിട്ടുള്ളത്. 2 എണ്ണം മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഈ ഒരു ടേബിൾ ഫില്ല് ചെയ്ത് നോക്കാം. വസ്തുവിന്റെ സ്ഥാനം, പ്രതിബിംബത്തിന്റെ സ്ഥാനം, യഥാർത്ഥം, മിഥ്യ, തലകീഴായത്, നിവർന്നത്, വസ്തുവിനേക്കാൾ ചെറുത്, വലുത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് എവിടെയാ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത്? ഫസ്റ്റ് എഫിനും 2Fനും ഇടയിൽ, എഫിനും 2Fനും ഇടയിൽ വെച്ചപ്പോൾ എവിടെയായിരുന്നു നമുക്ക് കിട്ടിയിട്ടുള്ളത്? എഫിനും 2Fനും ഇടയിൽ വെച്ചപ്പോൾ എഫിനും ഓനും ഇടയിലാണ് നമുക്ക് എന്ത് കിട്ടിയിട്ടുള്ളത്? പ്രതിബിംബം കിട്ടിയിട്ടുള്ളത് അല്ലെ? എഫിനും ഓയിനും, അതായത് എഫിനും ലെൻസിനും അല്ലെ? എഫിനും ലെൻസിനും ഇംഗ്ലീഷ് മലയാളം മിക്സ് ആയിപ്പോയി, ഒരു മിനിറ്റ് ഒന്ന് മാറ്റി ചെയ്ത. എഫിനും ലെൻസിനും അല്ലെ? എഫിനും ലെൻസിനും ഇടയിലായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി യഥാർത്ഥമാണോ മിഥ്യയാണോ? എന്താണ്? മിഥ്യയാണ് അല്ലെ? മിഥ്യയാണ്. തല കീഴായിട്ടാണോ നിവർന്നിട്ടാണോ? നിവർന്നിട്ട് അല്ലെ? നിവർന്നിട്ട്. വസ്തുവിനേക്കാൾ ചെറുതാണോ വലുതാണോ? ചെറുതാണ് അല്ലെ? ചെറുതാണ്. ഇനി എഫിനും ലെൻസിനും ഇടയിൽ അല്ലെ? ഇത് എഫിനും ലെൻസിനും ഇടയിൽ വെച്ചപ്പോഴോ ഈ സെയിം സാധനം തന്നെ അല്ലെ? എഫിനും ലെൻസിനും ഇടയിൽ തന്നെയാണ് നമുക്ക് കിട്ടിയത്. യഥാർത്ഥമാണോ മിഥ്യയാണോ? മിഥ്യയാണ് അല്ലെ? മിഥ്യയാണ്. നിവർന്നതുമാണ് അല്ലെ? നിവർന്നതുമാണ്. ചെറുതുമാണ് അല്ലെ? ചെറുതും ആണ്. അപ്പൊ നിങ്ങൾ നോക്ക്, വസ്തുവിനെ എവിടെ വെച്ചാലും അല്ലെ? വസ്തുവിനെ എവിടെ വെച്ച് കഴിഞ്ഞാൽ പ്രതിബിംബത്തിന്റെ സ്ഥാനം എന്താ? എഫിനും ലെൻസിനും ഇടയിലാണ് അല്ലെ? എഫിനും ലെൻസിനും ഇടയിലാണ് പ്രതിബിംബത്തിന്റെ സ്ഥാനം കിട്ടിയിട്ടുള്ളത് അല്ലെ? പ്രതിബിംബം എന്താണ്? മിഥ്യയാണ് അല്ലെ? മിഥ്യയാണ്. നമുക്ക് സ്ക്രീനിൽ കിട്ടോ? ഇല്ല, സ്ക്രീനിൽ കിട്ടില്ല. അതുകൊണ്ട് അത് മിഥ്യയാണ്. പിന്നെ എന്താ? നിവർന്നിട്ടുമാണ് അല്ലെ? തല കീഴായിട്ടാണോ ഉള്ളത്? അല്ല, നിവർന്നിട്ടാണുള്ളത്. പിന്നെ എന്താണ്? വസ്തുവിനേക്കാൾ ചെറുതും ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഈ രണ്ടുമാണ് നമുക്ക് കോൺകേവ് ലെൻസിന്റെ പ്രതിബിംബ രൂപീകരണമായിട്ട് പഠിക്കാനായിട്ടുള്ളത്. പട്ടിക 2.5 വിശകലനം ചെയ്തതിൽ നിന്ന് കോൺകേവ് ലെൻസ് രൂപപ്പെടുത്തുന്ന പ്രതിബിംബം മിഥ്യയാണെന്ന് മനസ്സിലായല്ലോ. എന്തായിരിക്കും ഇതിന് കാരണം? അങ്ങനെ മിഥ്യയാവാൻ അല്ലെ? കോൺവെക്സ് ലെൻസിന് 4 കേസിൽ നമുക്ക് യഥാർത്ഥമായിട്ടുള്ള പ്രതിബിംബാണ് കിട്ടിയിട്ടുള്ളത്. ഒറ്റൊരു കേസിൽ മാത്രമാണ് നമുക്ക് ഏത് കിട്ടിയിട്ടുള്ളത്? മിഥ്യയായിട്ട് കിട്ടിയിട്ടുള്ളത്. ആ കേസ് ഏതായിരുന്നു? നമ്മൾ എഫിനും ലെൻസിനും ഇടയിൽ വെച്ചപ്പോഴാണ് നമുക്ക് മിഥ്യയായിട്ട് കിട്ടിയിട്ടുള്ളത്. അതാണ് കോൺവെക്സ് ലെൻസിന്റെ അല്ലെ? കോൺവെക്സ് ലെൻസിന് മിഥ്യാ പ്രതിബിംബവും യഥാർത്ഥ പ്രതിബിംബവും ഉണ്ടാക്കാനായിട്ട് പറ്റും. പക്ഷേ കോൺകേവിനാണെങ്കിലോ കോൺകേവിന് മിഥ്യാ പ്രതിബിംബമാണ് ഉണ്ടാക്കാനായിട്ട് പറ്റിയിട്ടുള്ളത് അല്ലെ? അതായത് സ്ക്രീനിൽ നമുക്ക് പതിപ്പിക്കാനായിട്ട് പറ്റിയിട്ടില്ല. ആകെ 2 കേസ് മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. ഈ 2 കേസിലും എവിടെ നമ്മൾ വസ്തുവിനെ വെച്ച് കഴിഞ്ഞാലും അതിന്റെ സ്ഥാനം ഫോക്കസിനും ലെൻസിന്റെയും ഇടയിലായിട്ടാണ് പ്രതിബിംബം രൂപപ്പെട്ടിട്ടുള്ളത് അല്ലെ? അപ്പൊ അതെന്താണ്? മിഥ്യയാണ്. സ്ക്രീനിൽ കിട്ടില്ല. ഇങ്ങനെ സ്ക്രീനിൽ കിട്ടാണ്ട് നിൽക്കാനുള്ള കാരണം എന്തായിരിക്കും? കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺവെക്സ് ലെൻസ് സംപ്രജിപ്പിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? കോൺവെക്സ് ലെൻസ് എന്ന പ്രകാശരശ്മി വന്ന് മുട്ടിക്കഴിഞ്ഞാൽ അതിനെ സംപ്രജിപ്പിക്കും അല്ലെ? ഒരു പോയിന്റിലേക്ക് സംപ്രജിപ്പിക്കും. പക്ഷെങ്കിൽ കോൺകേവ് ലെൻസ് എന്താ സംഭവിക്കുന്നത്? വിവ്രജിപ്പിക്കുകയാണ് അല്ലെ ചെയ്യുന്നത്? വിവ്രജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിലൂടെ ഉണ്ടാകുന്ന പ്രതിബിംബം എല്ലായ്പ്പോഴും എന്തായിരിക്കും? മിഥ്യയായിരിക്കും. കോൺകേവ് ലെൻസ് പ്രകാശരശ്മികളെ വിവ്രജിക്കുന്നത് കൊണ്ട് അത് രൂപപ്പെടുത്തുന്ന പ്രതിബിംബം എല്ലായ്പ്പോഴും മിഥ്യയായിരിക്കും. പ്രതിബിംബത്തിന്റെ സ്ഥാനവും എല്ലായ്പ്പോഴും വസ്തുവിന്റെ അതേ വശത്ത് എഫിനും ലെൻസിനും ഇടയിലും ആയിരിക്കും അല്ലെ? നമ്മൾ കണ്ടതാണ് അല്ലെ അത്? അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്ന് നോക്കിയിട്ടുള്ളത്. ഇതുവരെ എടുത്തത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിലൂടെ അറിയിക്കാം. അതുപോലെ തന്നെ എൻ്റെ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അതായത് എവിടെയാണ് ഞാൻ ഇനി ഇംപ്രൂവ് ചെയ്യേണ്ടത്, പിന്നെ ക്ലാസ് എടുക്കുന്നത് മനസ്സിലാവുന്നില്ലെങ്കിൽ എവിടെയാണ് മനസ്സിലാവാത്തത്, അതൊക്കെ നിങ്ങളൊന്ന് കമന്റ് സെക്ഷനിലൂടെ അറിയിക്കാം. അപ്പൊ എനിക്ക് അതിനു വേണ്ടി ഇനി വരുന്ന ക്ലാസ്സുകൾ എനിക്ക് അതിന് വേണ്ടിയിട്ട് മാറ്റിയിട്ട്, അതായത് എൻ്റെ തെറ്റുകളൊക്കെ തിരുത്തിയിട്ട് എനിക്ക് ക്ലാസ് മുന്നോട്ടേക്ക് എടുക്കാനായിട്ട് പറ്റും. അപ്പം നിങ്ങൾ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. അപ്പം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.